3 പാട്ട ഇവന്റത് പ്രണവ് മോഹൻലാലിന്റെ 50 കോടി എന്നാ പറയുന്നത്. 3 പാട്ട ഹാട്രിക്ക്. വായിച്ചു നോക്കി മനസ്സിലാവും. മോഹൻലാലിനെ പറ്റിയോ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ പറ്റിയോ അവരുടെ സിനിമകളെ പറ്റിയോ എന്തെങ്കിലും മോശം പറഞ്ഞ് ഞാൻ ജിന്നിളകുന്ന ഇല്ലെങ്കിൽ ഹാലിളകുന്ന ഒരു ജീവി വീട്ടിലുണ്ട്. ഞാൻ കാണിച്ചാൽ എന്താണ് അവസ്ഥ, സംഭവം നടക്കുമെന്ന് അറിയത്തില്ല. സാധാരണ എന്നോട് എപ്പോഴും തർക്കിക്കാൻ വരും. മോഹൻലാലിന്റെ സിനിമനെ കുറിച്ചോ കളക്ഷനെ കുറിച്ചോ എന്തെങ്കിലും മോശം പറഞ്ഞാൽ മതി, അന്ന് എന്നെ പട്ടിണി കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ജീവിയുണ്ട്, കാണിച്ചു തരാം. മോഹൻലാൽ ഫാൻസിനെ പുതിയ തള്ളുവെന്നല്ല, മറ്റേ ഓൻ്റെ പടം 50 കോടിയുള്ളൂ. നമ്മളെ ഓൻ്റെ പേരെന്താണ്, പ്രണവിൻ്റെ പടവും 50 കോടി ക്ലബിൽ നിന്ന്. ഈ മോഹൻലാൽ ഫാനും ഇവർ ഫുള്ള് തള്ളുകാർ മാത്രമാണ്. നീ എന്തിച്ചു നോക്ക, ഇവൻ്റെ അവർ ജസ്റ്റ് ക്ലച്ച് പിടിക്കുമ്പോൾ ആ പടം 50 കോടി തള്ളി. ശരിക്കും മമ്മൂട്ടി എന്തുകൊണ്ട് 100 കോടി ക്ലബിൽ എത്താമെന്നറിയോ? മമ്മൂട്ടി എത്തണമെന്നുണ്ടെങ്കിൽ ഈ മോഹൻലാലിൻ്റെ ഫാൻസ് മമ്മൂട്ടിൻ്റെ ഫാൻസ് ആവണം. തള്ളി കയറ്റിക്കോളൂ, 100, 500, 300 എത്ര വേണമെങ്കിൽ തള്ളി കയറ്റും. എന്ത് കണക്ക് ആർക്കില്ലത്? നീ എന്ത് ചോക്കാം. ഈ മോഹൻലാലിന്റെ ഇത് മാത്രം അങ്ങനെ 100 കോടിയാവുന്നു. മോഹൻലാലിന്റെ എന്തെങ്കിലും 300, 500, 200 എടി അങ്ങനല്ല. ഈ മമ്മൂട്ടി ഫാൻസിന് വേറെ പണിയുണ്ട്, അവർക്ക് ഇതൊക്കെ എല്ലാ പണി എല്ലാം അറിയട്ട് വയ്ക്കാണ്. ഞാനൊന്ന് വയ്ക്കാം. ഞാൻ ചോദിക്കട്ടെ, മോഹൻലാൽ എല്ലാ പടം 100 കോടി ശരിക്കും കയറിയ ഏത് പുലിമുരുകൻ കയറി കൊല്ലം തോന്നുന്നുണ്ടാ? ആര് കണ്ട് തെളിവുണ്ടാ? ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാൻ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എമ്പുരാൻ 300 കോടി എനിക്ക് വിശ്വാസം ഉണ്ടോ? എമ്പുരാൻ 300 കോടി എനിക്ക് വിശ്വാസം ഉണ്ടോ? നീ ഇതൊക്കെ വിശ്വസിച്ചടക്കം ഇപ്പോഴും? ഞാൻ പറയും ഇതൊക്കെ ഫുള്ള് ഫാൻസിന്റെ തള്ളാണ്. അല്ല 8 നിലയിൽ തള്ളു. എടാ പൊട്ട, ഇതങ്ങനെ തള്ളാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഓലൊക്കെ പേജിൽ ഒരു തള്ളിയത് വെറുതെ ഇട്ടുമ്പോ അടുത്ത ആക്ടേഴ്സ് അതിന് പറയില്ലേ? ഇതിൽ പറയുന്നുണ്ട്, ഫുള്ള് പറയുന്നുണ്ട്. ഈ ഫുൾ തള്ളാണ്. കമന്റ് ബോക്സ് മുഴുവൻ തള്ളുന്ന പറയുന്നു. കമന്റ് ബോക്സിലെ വിദഗ്ധന്മാരെ വീട് തള്ളന്നെയാണ് ഇത്. എനിക്ക് ഇപ്പോഴത്തെ പടം ഇവന്റെ ഈ അപ്പു എന്ന് ഇവന്റെ പേര് മോഹൻലാലിന്റെ മോന്റെ ഓൻ ഈ 50 കോടി അടിക്കേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? സംഭവം ഞാൻ പറയട്ടെ, ഇപ്പൊ ലോകം ഇറങ്ങി, ഇനി ഏതെങ്കിലും ഒരു ഇവരുടെ പറയട്ടെ ലോകം ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി എങ്ങനെങ്കിലും ഒക്കെ തള്ളിക്കയറ്റി 300, 500 കോടി ആക്കണം. അടുത്തൊരു പടം മോഹൻലാലിന്റെ മകന്റെ പേരിൽ റെക്കോർഡ് വേണം. ഞാൻ നോക്കട്ടെ 50 കോടി എയില് നോക്കല് നീ? മോഹൻലാലിന്റെ ഏതെങ്കിലും ഫാൻസിന്റെ പേജിൽ പിന്നെ നേരെ മോഹൻലാലിന്റെ നോക്കല്. അപ്പൊ മോഹൻലാൽ പറഞ്ഞ വിശ്വസിക്കും. അപ്പൊ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞാൽ വിശ്വസിക്കോ? ഇപ്പൊ നോക്ക്, ഹാട്രിക് എന്ന് പറയുന്നത് 1, 2 അല്ല, 3 പാട്ട ഇവന്റത് പ്രണവ് മോഹൻലാലിന്റെ 50 കോടി എന്നാ പറയുന്നത്. 3 പാട്ട ഹാട്രിക്ക്. ശരിക്കും വായിച്ചു നോക്കി മനസ്സിലാവും. അതായത് മൂന്നാമത്തെ, അതായത് മമ്മൂട്ടിയുടെ വിജയിച്ച പടം പോലെ ഈ ഫാൻസാർ 100 കോടി സമ്മതിച്ചു കൊടുക്കൂല. അല്ല പോട്ടെ, അതന്നെ നിങ്ങക്ക് എന്ത് തോന്നുന്നു? ഇവന്റെ പടം 50 കോടി കയറാൻ മാത്രം ഉണ്ടാ? ഈ ഒരു പ്രണവ് മോഹൻലാലിനെ കണ്ടെടുത്തോളം ഇതിപ്പോ ലോക വന്നോണ്ട് തള്ളുന്നതല്ല. ഇവര് 300 കോടി തള്ളിക്കയറ്റി നീ വിശ്വസിക്കൂലേ? ഞാൻ ഇവരുടെ ഈ തള്ളു കാണുമ്പോ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ആവും. ഇനി അതൊക്കെ എനിക്ക് ഇതാക്കാൻ വേണ്ടി. ശരിക്കും നീ ഒരു മോഹൻലാൽ ഫാൻ ആണോ? അപ്പൊ നീ കുഞ്ചാക്ക ബോബൻ ഫാൻസ് അല്ല? അതുണ്ട് ഇതുണ്ട്, രണ്ടും കൂടി ഉണ്ട്. വല്ലത്തെ മതി. വിജയ് ഫാനുമാണ്, ഷാറുഖ് ഖാൻ ഫാനുമാണ്. എന്ത് ഷാറുഖ്? തമിഴില് വിജയ്, വിജയ് സേതുപതിയോ? വിജയിന്റെ അത്ര ഇഷ്ടമല്ല. വിജയ് അല്ല. അപ്പൊ ഈ മലയാളത്തിലാരാ? മമ്മൂട്ടിയാ മോഹൻലാലാ? മമ്മൂട്ടി പറ്റൂല. മമ്മൂട്ടി രാജമാണിക്യം ഇഷ്ടല്ല. മമ്മൂട്ടി മായാവി. മമ്മൂട്ടി ഒരുപാട് ഇഷ്ടമല്ല. ഇഷ്ടമാണ്, പടമൊക്കെ ഇഷ്ടമാണ്. മമ്മൂട്ടി ഇഷ്ടമല്ല. മോഹൻലാലിനോ? എന്നാ മോഹൻലാൽ ഇഷ്ടപ്പെട്ടൊരു പടം ഏത്? രാക്ഷസ രാജാവ് ഇഷ്ടമല്ലേ മോഹൻലാലിന്റെ? നരസിംഹം കണ്ട